അപ്പൊ ചെങ്ങായിമാരെ ഇങ്ങളറിഞ്ഞ ഞമ്മൾ അസീബിന്റെ കല്യാണാണല്ലോ. ഇങ്ങക്ക് ആളെ മനസ്സിലായി ചെങ്ങായിമാരെ. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവാനാ? 2-3 അസീബ് ഉള്ളതല്ലേ ഞമ്മളെ നാട്ടില്. ഈ പറഞ്ഞു വരുന്നത് ഞമ്മളെ പടിക്കത്തൊടി പെരിയിലെ അസീബ് എന്ന കുഞ്ഞിനൂനെയാണ്. എന്താ സംഭവം എന്നറിയോ? ഓന്റെ നിക്കാഹാണ് ഈ കടന്നു വരുന്നത്. പണ്ട് നാട്ടിൽ പണിക്ക് പോയി കൊറേ കായ് ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് എന്തുണ്ടായേ? ചെക്കന്റെ കയ്യിൽ 5 പൈസ നിക്കണില്ല. അപ്പൊ ഓന്റെ ഇപ്പ പറഞ്ഞ് ഇന്റെ കുട്ടി ഇനി ഗൾഫുകാർ പോയിക്കോളിന്ന്. അങ്ങനെ നമ്മളെ കുഞ്ഞിനു ഒരു പ്രവാസിയായി മാറി. ഞാൻ ഇന്നും ഗൾഫിലാണളിയാ, ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണളിയാ, ഈ ഭാരം പേരി ഞാൻ ഇന്നീ കൂട്ടിലാണ്. അങ്ങനെ കൊറേ കാലം കഴിഞ്ഞപ്പോ ഓന്റെ ചെങ്ങായിമാർക്കൊന്ന് ഫോൺ ചെയ്തു. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, ഓന്റെ സ്ഥിരം പരിപാടി അങ്ങോട്ടും തുടങ്ങി. അങ്ങ് ദൂരെ ഷാർജ ഷെയ്ഖിന്റെ വലങ്കയാണ് എന്നൊക്കെയാണ് ചെങ്ങായിമാരോട് ഓന്റെ തള്ള്. കേട്ടപ്പോ ഓൽക്ക് കാര്യം മനസ്സിലായി. അപ്പോ തന്നെ ഓല അങ്ങോട്ട് ഫോണം കട്ടാക്കി. അതാണ് ഓന്റെ തള്ള്. എന്ത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും മണലാരണ്യത്തേക്ക് കടലും കടന്ന് ചെന്നിട്ട് കൊറേ കായുണ്ടാക്കിയപ്പോ ചെക്കനൊരു പൂതി. എന്താ നാട്ടിക്ക് വരാന്. 20 ദിവസത്തെ ലീവിന് നാട്ടിക്ക് വന്ന് അങ്ങോട്ട് ലോക്കായി. നാട്ടിലേ നമ്മളെ ചെക്കന് കൊറോണ കാരണം ലോക്ക്ഡൌൺ ആയപ്പോ 3-3.5 മാസം പെരിയിലങ്ങട്ട് കുത്തിരുന്നത് ചടച്ചപ്പോ ചെക്കനൊരു പൂതി. എന്താ പെണ്ണ് കെട്ടാന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. കുടുംബസമേതം അങ്ങട്ട് കാറിലൊരു യാത്ര പോയി. പെണ്ണ് കാണാൻ എങ്ങട്ടാ പോയത്? വെട്ടുതോട്ടിൽ പെരീക്ക്. അവിടെ TTCക്ക് പഠിച്ച് ടീച്ചറാവ് നടക്കണ ഷിഫാന എന്ന ശിലുവിനെ കാണാനേ. ഇനി പറയുന്നത് ഓളെ കുറിച്ചാട്ടാ. ആളെങ്ങനെ ചോദിച്ചാലേ തൊള്ള തുറന്നാല് പിന്നെ ചുണ്ട് പ്ലാസ്റ്റർ കൊണ്ട് കെട്ടിവെച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ഞമ്മളെ പുയ്യാപ്പിള യാസീബിന് പെണ്ണിനങ്ങട്ട് ഇഷ്ടായി. ഓന് കാലോണ്ട് ഇക്ഷ ഇഞ്ഞ ഇറ വരക്കാതെ അങ്ങട്ട് നിക്കാതെ ഓളങ്ങട്ട് ഉറപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തരണത് എന്താ വെച്ചാല്, കൊറോണ കാരണം പെണ്ണ് കെട്ടാൻ പോകണ ഞമ്മളെ അസീബിന്റെയും ഷിഫാന്റെയും നിക്കാഹിന്റെ കാര്യമാണ്. ഈ വരുന്ന 10-ാം തീയതിയാണ് ഇരുവരുടെയും നിക്കാഹ്. കൊറോണ കാരണം ക്ഷണിക്കാൻ പരിമിതികൾ ഉള്ളതുകൊണ്ട് ക്ഷണിക്കണില്ലേട്ടാ. അപ്പൊ കിടക്കും പായും തലേണയും കൊണ്ട് കല്യാണം വലിയ ജോറ വെച്ച് അങ്ങോട്ട് വരാൻ നിക്കല്ലേ. ഇത് ഞങ്ങൾ കുറച്ച് വലിയ ആൾക്കാർ ചേർന്ന് നടത്തട്ടെ. ഇനി നിങ്ങൾ ചെക്കന്മാർക്ക് ചെലവ് കിട്ടിയില്ലെന്ന് വെച്ച് ബേജാറാവണ്ട. ഓനെ ഏതേലും വൈമെന്ന് കാണാണെങ്കിൽ നല്ലൊരു ഹോട്ടലിക്ക് ഓനെ കയ്യും പിടിച്ചൊന്നും കയറ്റിക്കാണ്ടി. തൽക്കാലം കാക്കാന്റെ കുട്ടികള് മുഖത്തൊരു നല്ല മാസ്കും കജ്ജുമ്മിൽ കുറച്ച് സാനിറ്റൈസറും ഉറ്റിച്ചോണ്ട് പെരിയിലൊരു ഭാഗത്ത് അടങ്ങനെ ഇരുന്നോളി. മുത്തുമണിയാളെ നിങ്ങളെ പറഞ്ഞു കേക്കിട്ടോ. എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയില് കുറച്ചിടം കൊടുത്തോളി വരയ്ക്ക്. അപ്പൊ മറക്കണ്ട ചങ്ങായിമാരെ, അസീബിന്റെയും ഷിഫാന്റെയും നിക്കാഹ് 10-ാം തീയതി. ഈ കല്യാണം നമുക്ക് പൊളിക്കണം.